ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 32-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. കർത്താവിനെ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നു. ഈ വചനം വലിയ വെളിപ്പെടുത്തലാണ് നമുക്ക് നൽകുന്നത്. ആരെല്ലാം കർത്താവിനെ ആശ്രയിക്കുന്നു അവരെ എല്ലാം അവിടുത്തെ സ്നേഹം പൊതിയുകയാണ്. ഡിവൈൻ പ്രൊട്ടക്ഷൻ. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പൊതിച്ചൽ നമുക്ക് വലിയ സംരക്ഷണമാണ്. ഈ സംരക്ഷണം ആർക്കാ ലഭിക്കുന്നത്? ആരെല്ലാം കർത്താവിനെ ആശ്രയിക്കുന്നുവോ, ആശ്രയിക്കുന്ന ഓരോ ദൈവ പൈതലിനുമുള്ള വാഗ്ദാനമാണ് സ്വർഗം നൽകുന്ന അത്ഭുതകരമായ ദൈവീക സംരക്ഷണം. നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും കുഞ്ഞുങ്ങളും തലമുറകളും സമൂഹങ്ങളും കൂട്ടായ്മകളെല്ലാം ഈ ദൈവീക സംരക്ഷണത്തിന് മറവിലായിരിക്കുവാൻ എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രകാരം പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, മഹാമാരിയുടെ ഈ നാളുകളിൽ ഞങ്ങൾ വലിയ പ്രതിസന്ധികളിലാണ്. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, ക്ലേശങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിലുണ്ട്. കർത്താവേ കരുണ ചൊരിയണമേ, കർത്താവേ കൃപ വർഷിക്കണമേ. ഞങ്ങൾ തിരിച്ചറിയുന്നു ആരെല്ലാം അങ്ങയിൽ ആശ്രയിക്കുന്നുവോ അവർക്ക് പ്രതിബന്ധങ്ങളില്ല, പ്രതിസന്ധികളില്ല. കർത്താവേ ഈ ഒരു അഭിഷേകം നൽകണം, ദൈവാശ്രയത്വത്തിന്റെ അഭിഷേകം, ദൈവകൃപയുടെ അഭിഷേകം, ദൈവശക്തിയുടെ അഭിഷേകം, ദൈവ തേജസ്സിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവേ, 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 പതിനായിരങ്ങളിലേക്ക് വർഷിക്കണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മുടെ മധ്യയുള്ള ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഹൃദയം തുറന്ന് പാടി പ്രാർത്ഥിക്കുക. ഇത് കൃപയുടെ മണിക്കൂറാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യ ഇറങ്ങി വന്ന് നമ്മെ ബലപ്പെടുത്തുന്ന സമയം, നമ്മെ ശക്തീകരിക്കുന്ന സമയം. കർത്താവേ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു പാടാം. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും, തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടൻ കാതുകളില. തിരുസൗരഭ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ, തിരുസൗന്ദര്യം ഞാൻ ദർശിക്കും നൻ കണ്ണുകളാലേ. ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ കുടുംബമാകുന്ന തോട്ടത്തിൽ, സമൂഹമാകുന്ന തോട്ടത്തിൽ, ജീവിതമാകുന്ന തോട്ടത്തിൽ കർത്താവേ നിന്റെ സാന്നിധ്യമുണ്ട്, നീ ഉലാത്തുന്നുണ്ട്. കർത്താവേ തിരിച്ചറിയാൻ കൃപ തരണമേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കർത്താവേ ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള റൂഹായേ വരിക വരിക. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. ആമേൻ ആമേൻ. കർത്താവേ കൃപ തരണമേ. ജ്ഞാനത്തിന്റെ, അറിവിന്റെ, വിവേകത്തിന്റെ, ആലോചനയുടെ കൃപ നൽകണമേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ കൃപ തരണമേ, കൃപ ജ്വലിപ്പിക്കണമേ. എല്ലാവരും ചേർന്ന് കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. ആഗ്രഹിച്ച് കർത്താവേ കൃപ ഒഴുക്കണമേ. ഓരോ ആത്മാവിലേക്കും, ഓരോ കുടുംബത്തിലേക്കും, ഓരോ സമൂഹത്തിലേക്കും, ഓരോ ദേശത്തിനുമേ, രാജ്യത്തിന്മേൽ, ഭൂഖണ്ഡത്തിനുമേ കൃപ ഒഴുക്കണമേ. ലോകരാജ്യങ്ങളുടെ മേൽ, പഞ്ചഭൂഖണ്ഡങ്ങളുടെ മേൽ, അസംഖ്യം ആത്മാക്കളുടെ മേൽ കർത്താവേ
ചൊരിയണമേ, കൃപ ചൊരിയണമേ. അനേകം ആത്മാക്കളിലേക്ക്, അനേകം ജീവിതങ്ങളിലേക്ക് കൃപ ഒഴുക്കണമേ, കൃപ ഒഴുക്കണമേ, കൃപ ഒഴുക്കണമേ, കൃപ ഒഴുക്കണമേ, കൃപ ഒഴുക്കണമേ. എല്ലാ മറന്നീരും കരങ്ങളും ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ വിളിക്കുന്നു, യേശുവേ, ജീവനുള്ള ദൈവമേ, ജീവിക്കുന്ന കർത്താവേ, കൃപയുടെ കരങ്ങൾ നീട്ടിത്തരണമേ. പാപപൈശാചിക ശക്തികള്, തിന്മയുടെ ശക്തികള്, അന്ധകാര ശക്തികള്, എല്ലാ ആധിപത്യ ശക്തികള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള് യേശുനാമത്തിന് അനന്ത ശക്തിയാൽ, യേശു വചനത്തിന് അനന്ത ശക്തിയാൽ, യേശുവിന്റെ തിരുച്ചോരയുടെ അനന്ത ശക്തിയാൽ, യേശുവിന്റെ തിരുവിരുടെ അനന്ത ശക്തിയാൽ നിർവീര്യമാകട്ടെ, ചിന്ന ഭിന്നമാകട്ടെ, എല്ലാം തകർന്നു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ. കൃപ, 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 കൃപ. അനേകം ആത്മാക്കളിലേക്ക്, അനേക കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക് കർത്താവേ കൃപ ചൊരിയണമേ, കരുണ വർഷിക്കണമേ. സകല തിന്മയുടെ അടിസ്ഥാനങ്ങളെയും പൊട്ടിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരത്താൽ ജനലക്ഷങ്ങൾ ഈ സമയം നിറയപ്പെടട്ടെ. ഓ ലോർഡ്, ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങൾ ആത്മാവിൽ ഉണർത്തുന്ന കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നേ ദിവസം ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, ദൈവാശ്രയത്വമുള്ളവർക്ക് പ്രതിബന്ധങ്ങൾ ഇല്ല. ദൈവാശ്രയത്വമുള്ളവർക്ക് പ്രതിബന്ധങ്ങളില്ല. മഹാമാരിയുടെ ഈ നാളുകളിൽ നമ്മൾ അനേക വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് ജീവിത ക്ലേശങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് കുടുംബത്തിനുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ, കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ചില പീഡകൾ, ജീവിതം വഴിമുട്ടി നിൽക്കുന്ന വിധത്തിൽ 100 പ്രതിസന്ധികളുടെ വരിഞ്ഞുമുറുക്കലുകൾ, ആത്മീയമായും മാനസികമായും നമുക്കുണ്ടാകുന്ന പല വിധത്തിലുള്ള ക്ലേശങ്ങൾ, നൊമ്പരങ്ങൾ, കൊടിയ ചില സഹനങ്ങൾ, പീഡനങ്ങൾ, പലർക്കും പല വിധത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള ചില ജീവിത അനുഭവങ്ങളിലൂടെയാണ് പതിനായിരങ്ങൾ കടന്നു പോകുന്നത്. ഒരുപാട് പ്രതിബന്ധങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇതിനെങ്ങനെ അതിജീവിക്കും, എങ്ങനെ മറികടക്കുമെന്ന് ചിന്തിച്ച് അനേകരിന്ന് അസ്വസ്ഥരും ആകുലചിത്തരുമാണ്. പലർക്കും പുറമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല, കർത്താവിനെ ആശ്രയിക്കാൻ കഴിയുന്നില്ല. പ്രാർത്ഥനാ ജീവിതത്തിൽ പലരും കൃപയിൽ ഉണർവ് പ്രാപിച്ചെങ്കിലും കുറേ വ്യക്തികൾ തണുത്തുപോയി ആത്മാക്കളായി മാറ്റപ്പെട്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്, ആരെല്ലാം ജീവിക്കുന്ന കർത്താവിനെ ആശ്രയിക്കുന്നുവോ അവർക്ക് പ്രതിബന്ധങ്ങളില്ല. അതിൻ്റെ അർത്ഥം അല്ലലും അലച്ചിലും ഇല്ലാത്ത ജീവിതം എന്നല്ല. ഈ ലോക ജീവിതത്തിൽ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും സഹനങ്ങളും ഞെരുക്കങ്ങളും കഷ്ടപ്പാടുകളും ആക്ഷേപങ്ങളും അപഖ്യാതികളും കൊടിയ സഹനങ്ങൾ ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ ആരും മറന്നു പോകരുത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ഞെരുക്കങ്ങളുണ്ട്, വേദനകളുണ്ട്, ദുരിതങ്ങളുണ്ട്, ദുരന്തങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്, രോഗപീഠകളുണ്ട്. ഇതൊന്നും ഇല്ലാത്തതല്ല ഈ ലോകത്തിലെ മനുഷ്യജീവിതം. കർത്താവ് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഇതാണ് ഈശോ നമുക്ക് തരുന്ന ഉറപ്പ്. അപ്പൊ ഞെരുക്കങ്ങളും സഹനങ്ങളും വേദനകളെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് പ്രതിബന്ധങ്ങൾ ഇല്ല എന്ന് പറയുന്നത്
അവർക്കിതെല്ലാം ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇതിനെ മറികടക്കുന്ന ഒരു ആത്മശക്തിയുടെ നിറവ്, ഇതിനെ മറികടക്കുന്ന ദൈവകൃപയുടെ സമൃദ്ധി, ഇതിനെ മറികടക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയുടെ കരുത്ത് ഇപ്രകാരമുള്ള ദൈവമക്കളിൽ ഉണ്ടാകുമെന്നാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും ഞെരുക്കങ്ങളെയും പരാജയങ്ങളെയും ദുരിതങ്ങളെയും ദുരന്തങ്ങളെയും സഹനങ്ങളെയും ഓർത്ത് നമ്മൾ അസ്വസ്ഥരാകേണ്ട. ഇതെല്ലാം ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ പരാതി പറഞ്ഞ് പിറുപിറുത്ത് മുറുമുറുത്ത് ജീവിതം പ്രാഗി 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 തീർക്കേണ്ടവരല്ല നമ്മൾ. ഇതിലൂടെ എല്ലാം അനേകം അസംഖ്യം ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുവാനുള്ള അത്ഭുത കൃപ ഇതിലെല്ലാം സ്വർഗം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. 119 സങ്കീർത്തനം 165 വചനം പറയുന്നുണ്ട്, കർത്താവിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നവർക്ക് പ്രതിബന്ധങ്ങളില്ല. അതിനർത്ഥം പ്രതിബന്ധങ്ങളില്ല എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളില്ല എന്നല്ല, അതിനെ മറികടക്കുവാനുള്ള ദൈവിക ആലോചന അവർക്ക് പരിശുദ്ധാത്മ പറഞ്ഞു കൊടുക്കും. അതിനെ മറികടക്കുവാനുള്ള ദൈവശക്തിയുടെ നിറവ് സ്വർഗം അവർക്ക് പ്രദാനം ചെയ്യും. ദൈവത്തെ ആശ്രയിക്കുന്നൊരു പ്രത്യേകത ദൈവമക്കളെ, ഇത് ദൈവത്തെ ആശ്രയിക്കുന്നവരെ തോൽപ്പിക്കുവാനോ തകർക്കുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ അവരെ പിടിതു കളയാനോ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു സംവിധാനത്തിനും സാധ്യമല്ല. ഇരുട്ടിന്റെ വ്യാപാരത്തിനോ അന്ധകാര പോരുകൾക്കോ നരകത്തിന്റെ കോലാഹലങ്ങൾക്കോ സാത്താന്യാധിപത്യങ്ങൾക്കോ സാധിക്കുകയില്ല. അത് സ്വർഗത്തിലെ ദൈവം തന്നെ വിചാരിക്കണം. ദൈവത്തിന്റെ നിർമ്മലമായ വചനത പഠിപ്പിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം 32 അധ്യായം 24 തിരുവചനം. നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു, കർത്താവിൽ ശരണപ്പെടുന്നവനെ നഷ്ടം വരികയില്ല. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ അരൂപി നമുക്ക് തരുന്ന ആലോചന എന്താണ്? ആരെല്ലാം കർത്താവിൽ ആശ്രയിക്കുന്നുവോ അവർക്ക് നഷ്ടം വരികയില്ല. ഇത് ദൈവത്തിന്റെ വചനമാണ് ഉറപ്പ് തരുന്നത്, മനുഷ്യരല്ല. ആരെല്ലാം സാഹചര്യങ്ങളെ നോക്കാതെ പ്രതിസന്ധികളിലേക്ക് നോക്കാതെ ജീവിക്കുന്ന ദൈവത്തിൽ ആരെല്ലാം ആശ്രയിക്കുന്നുവോ അവർക്ക് നഷ്ടം സഹിക്കേണ്ടി വരികയില്ല. ഈ വചനത്തിൽ എത്ര പേര് വിശ്വസിക്കുന്നു? നഷ്ടം സഹിക്കാൻ കർത്താവ് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അവർ നശിക്കാൻ, തളരാൻ, അവരെ ഇല്ലാതാക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് ഈ വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 2 അധ്യായം 10 വചനത്തിൽ ഇത് തന്നെ പരിശുദ്ധാത്മ പറയാണ്, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് നിരാശിതരായത്? കർത്താവിൽ പ്രത്യാശയർപ്പിച്ച് ആരാണ് വേദനിക്കേണ്ടി വന്നിരിക്കുന്നത്? കർത്താവിനെ ആശ്രയിക്കുന്ന ഓരോ ദൈവ പൈതലിനും സ്വർഗം തരുന്ന മാറ്റമില്ലാത്ത ഉറപ്പാണ്. അവർക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല, ലജ്ജിക്കേണ്ടി വരികയില്ല, നാണം കെട്ട് അവരുടെ ജീവിതം തികച്ചും ഒരു നാശത്തിൻ്റെ ജീവിതമായി മാറുകയില്ല എന്ന് പരിശുദ്ധാത്മ വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. കർത്താവിനെ ആശ്രയിക്കാൻ നമുക്കൊരു സമർപ്പണമുണ്ടോ? കർത്താവിനെ ആശ്രയിക്കുവാൻ നമുക്കൊരു തീരുമാനമുണ്ടോ? സർവശക്തനായ നമ്മുടെ കർത്താവിനെ ആശ്രയിക്കുവാൻ അവിടെ നിന്ന് ശരണപ്പെടുവാനുള്ള മനസ്സ് നമുക്കുണ്ടോ? ഉണ്ടോ? നമ്മുടെ ജീവിതം ശോഭിക്കും, നമ്മൾ വളരും, നമ്മൾ ഉയരും. നമ്മളെ പിടിച്ചു കെട്ടുവാനോ കൂച്ചുവെല്ലിങ്ങിടുവാനോ തളച്ചിടുവാനോ ഒരു മനുഷ്യനും ഒരു തിന്മയ്ക്കും സാധ്യമല്ല. നമ്മെ വിളിച്ച് നമ്മെ അനോയിന്റ് ചെയ്ത സർവശക്തനായ ദൈവം തന്നെ ഇത് വിചാരിക്കണം. മനുഷ്യന്റെ കരങ്ങൾക്ക് സാധിക്കില്ല ദൈവമക്കളെ. 125 സങ്കീർത്തനം 1 വചനം, കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. എൻ്റെ ഹൃദയത്തെ ഒരുപാട് ആനന്ദിപ്പിച്ചൊരു വചനമാണത്. ആ വചനം നമ്മളൊന്ന് ശ്രദ്ധിച്ച്, ആരെല്ലാം കർത്താവിനെ ആശ്രയിക്കുന്ന പ്രായ വ്യത്യാസമില്ല, വിദ്യാഭ്യാസ യോഗ്യത വിഷയമല്ല, ആരോഗ്യ വിഷയമല്ല, നമ്മുടെ പൊസിഷൻ സ്റ്റാറ്റസ് ഇതൊന്നും ഇതിന് വിഷയമല്ല.
നമ്മൾ ആര് തന്നെയാവട്ടെ, ദൈവത്തെ ആശ്രയിക്കുന്നവർ ഏത് പ്രതിസന്ധിയിലാവട്ടെ, പ്രതിബന്ധങ്ങളിലാകട്ടെ, ഞെരുക്കങ്ങളിലാകട്ടെ, സഹനങ്ങളിലാകട്ടെ, വേദനകളിലാകട്ടെ, ദുരന്തങ്ങളിലാകട്ടെ, അവർ അചഞ്ചലമായി ഇളകാതെ കുലുങ്ങാതെ നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. 62-ാം സങ്കീർത്തനം 8-ാം വചനത്തിൽ ഇതാണ് ദാവീദ് പറയുന്നത്: എൻ്റെ അഭയവും എൻ്റെ കോട്ടയും എൻ്റെ കർത്താവാണ്, ഞാൻ കുലുങ്ങുകയില്ല. നമ്മൾ ഇപ്രകാരം പാടുന്നില്ലേ? സൈന്യനീര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിൻ്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ഇതാണ് ദാവീദ് പറയുന്നത്: എന്റെ അഭയവും എന്റെ കോട്ടയും എന്റെ കർത്താവാണ്, ഞാൻ കുലുങ്ങുകയില്ല, ഞാൻ നഷ്ടധൈര്യനാവുകയില്ല, ഞാൻ അസ്വസ്ഥനാവുകയില്ല, ഞാൻ ഭയപ്പെട്ട് പിന്മാറി പോവുകയില്ല. എന്റെ ആശ്രയത്വം സർവശക്തനായ ദൈവത്തിലാണ്. ഹല്ലേലൂയ! ഈ ഒരു ആശ്രയ ബോധമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ ഞാനും നിങ്ങളും സ്വന്തമാക്കേണ്ടത്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് ഇപ്രകാരമുള്ള ദൈവമക്കൾക്ക് പ്രതിബന്ധങ്ങളില്ല, പ്രതിസന്ധികളില്ല. ഇതുകൊണ്ടൊന്നും അവർ കുലുങ്ങി തളർന്ന് അസ്വസ്ഥപ്പെട്ട് അവർ നിലംപതിക്കില്ല. ഇതിൻ്റെ എല്ലാം നടുവിൽ കർത്താവിനെ ആശ്രയിച്ച് 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 ഓരടി മുന്നോട്ട് 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 പോയി കർത്താവ് ആഗ്രഹിക്കുന്ന ലെവലിൽ അവർ വളരുകയാണ്. എത്രയോ അനുഭവങ്ങൾ ഇതിനോട് ബന്ധത്തിൽ കാണാൻ പറ്റും. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം ദൈവത്തിൻ്റെ മാനസപുത്രനായിരുന്ന ദാവീദ് തന്നെയാണ്. ദൈവത്തിന് ഇണങ്ങിയ ഒരു ദൈവ പൈതലായിരുന്നു ദാവീദ്. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 29-30 വചനങ്ങൾ. അവിടെ ഫിലിസ്ത്യര് ദാവീദിനെ ഉപേക്ഷിക്കുകയാണ്. അക്കീഷ് എന്ന് പറയുന്ന ഫിലിസ്തീയ രാജാവിൻ്റെ അരികിൽ വർഷങ്ങളായി ദാവീദ് അവൻ്റെ കൂടെ ജീവിച്ചു പോരുകയാണ്. സാവൂളിനെ ഭയപ്പെട്ട് താൻ വേദനയോടെ ജീവിച്ചിരുന്ന കാലം അക്കീഷാണ് അഭയം കൊടുക്കുന്നത്. രാജാവിനോടും തൻ്റെ രാജ്യത്തോടും വിശ്വസ്തത പുലർത്തി അവർക്ക് ദ്രോഹം ചെയ്യാതെ അവരെ വേദനിപ്പിക്കാതെ ഒരു അനുഗ്രഹമായി ദാവീദ് ജീവിക്കുക. എന്നാൽ ഫിലിസ്തീയ സേനാ നായകരുടെ സമ്മർദ്ദം മൂലം അക്കീഷ് രാജാവ് ദാവീദിനോട് പറയും: ദാവീദേ, നീ വർഷങ്ങളെ എൻ്റെ കൂടെ കൂടിയിട്ട് ഒരു ദ്രോഹവും നീ എനിക്കോ എൻ്റെ ജനതയ്ക്കോ ചെയ്തിട്ടില്ല. എന്നാൽ ഫിലിസ്തീയ നായകന്മാർ എന്നോട് പറയുന്നു നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട്. അതിൻ്റെ പേരിൽ മാത്രമാണ് ദാവീദ് നീ എനിക്കൊരു ദൈവദൂതനെ പോലെയാണെന്ന് പറഞ്ഞ് സമ്മർദ്ദം മൂലം അക്കീഷ് രാജാവ് ദാവീദിനെ ഉപേക്ഷിക്കുകയാണ്. അവഗണിക്കപ്പെട്ടതിൻ്റെ വേദനയും ഭാരവും പേറി ദാവീദും തൻ്റെ കൂട്ടാളികളും അവർക്കൊന്നും തന്നെ മുൻപിലില്ല, മുന്നിലോട്ട് ശൂന്യമാണ്. അവരെ സിഗ്ലാഗ് എന്ന് പറഞ്ഞ പട്ടണത്തിലെത്തുകയാണ്. ദാവീദിന്റെ പട്ടണമാണത്. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 30-1 കാണാൻ പറ്റും. ആ പട്ടണത്തിലെത്തിയപ്പോൾ കണ്ടത് അമലേക്യരെ നെഗാബും സിഗ്ലാഗും ആക്രമിച്ച് അവിടെയുള്ളത് മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോവുകയാണ്. സ്ത്രീകളെയും കുട്ടികളെയും വസ്തുവകകളെല്ലാം കൊള്ളയടിച്ച് കൊണ്ടുപോവുകയാണ്. 2-ാം വചനത്തിൽ കാണുന്നുണ്ട് അവരെ ആ പട്ടണത്തിൽ തീ വയ്ക്കുകയാണ്. ദാവീദിന് തൻ്റെ കൂട്ടാളികൾക്കും പ്രിയപ്പെട്ടവർക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും വസ്തുവകകളും സമ്പത്തെല്ലാം അമലേക്യരെ കൊള്ളയടിച്ച് കൊണ്ടുപോകും. ദാവീദും തൻ്റെ കൂട്ടാളികളും ഹൃദയം പൊട്ടി ചങ്ക് പൊട്ടി വാവിട്ട് കരയുകയാണ്: ദൈവമേ, ദൈവമേ! ഉപേക്ഷിക്കപ്പെട്ടതിന് വേദനയും പേറി താൻ വളരെ വിശ്വസ്തയോടെ ജീവിച്ച ആ സമൂഹത്തിൽ നിന്ന് തന്നെ പുറംതള്ളി, ആ പുറംതള്ളലിൻ്റെ അവഗണനയുടെ വലിയ ഭാരവും പേറിയാണ് ദാവീദ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ കാണുന്നത്? എല്ലാം നഷ്ടപ്പെട്ടു. തൻ്റെ പ്രിയപ്പെട്ടവരെ, തൻ്റെ കുഞ്ഞുങ്ങള്, തൻ്റെ വസ്തുവകകള്, തൻ്റെ കുടുംബം മുഴുവൻ ദാവീദ് നഷ്ടപ്പെടുകയാണ്.
നമ്മൾ ചിന്തിച്ചു നോക്കി, ഏതൊരു മനുഷ്യനും നിരാശപ്പെട്ട് ദൈവവിശ്വാസം ഇല്ലാതായി ദൈവത്തെ ദുഷിച്ച് ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു സമയമാണത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ദൈവാശ്രയ ബോധവുമില്ലാത്ത ഒരു ദൈവ പൈതലെ വീണു പോകുന്ന സമയം, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന സമയം. എല്ലാം നഷ്ടപ്പെട്ടവനായി ദാവീദ് വാവിട്ട് കരയ, ദൈവമേ എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞൊരു കൊച്ചു കുഞ്ഞിനെ പോലെ തേങ്ങി തേങ്ങി വിലപിക്കുകയാണ്. ഈ സമയത്ത് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു? കൂടെയുള്ള തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ സ്വന്തം എന്ന് കരുതി കൂടെ കൂട്ടിയവരാണ്. ഇവർക്ക് ദാവീദും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ തങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും വസ്തുവകകളും സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ അവർ ചിന്തിച്ചു, ദാവീദ് ഒരുത്തനാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ദുരന്തം വരുത്തി വെച്ചത്. ഞങ്ങളുടെ ഭാര്യമാര്, മക്കള്, കുടുംബമൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇവൻ ഒരുത്തനാണ് ഇതിന്റെ കാരണക്കാരെന്ന് പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ഏതാനും തൻ്റെ വിശ്വസ്തരായ സ്നേഹിതരെ, തൻ്റെ കൂട്ടാളികള് ദാവീദിനെതിരെ തിരിയുകയാണ്. ഇവനെ വെറുതെ വിടരുത്, ഇവനെ കൊല്ലണമെന്ന് പറഞ്ഞ് കല്ലെറിയുവാനായിട്ട് ഒരുങ്ങുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കി, ആകെ തകർന്നിരിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടവനായി വല്ലാത്തൊരു നൊമ്പരവും പേറി ദാവീദ് വേദനയോടിരിക്കുന്ന സമയത്താണ് കൂടെ ഉണ്ടായിരുന്ന ഏതാനും വിശ്വസ്തരായി ചങ്കാണെന്നൊക്കെ ചിന്തിച്ച് കൂടെ കൊണ്ട് നടന്ന വ്യക്തികൾ പോലും ഇപ്പൊ തനിക്കെതിരെ തിരിഞ്ഞ് കല്ലെറിഞ്ഞ് തന്നെ കൊലപ്പെടുത്തുവാനായി ആഗ്രഹിക്കുന്നത്. ഏതൊരു മനുഷ്യനും തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു സമയമാണിത്. ഇവിടെയാണ് ദാവീദിന്റെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധാത്മാവ് എന്താ നമ്മോട് പറയുന്നത്? ദൈവാശ്രയത്വമുള്ളവർക്ക് പ്രതിബന്ധങ്ങളില്ല. ദൈവാശ്രയത്വമുള്ളവർക്ക് ദുരന്തങ്ങളും ദുരിതങ്ങളും തകർച്ചകളും കൂടിയ സഹനങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ അവർ ആത്മശക്തി പ്രാപിച്ച് കഴുകന്മാരെ പോലെ ഈ പ്രതിസന്ധിയുടെ മുകളിൽ ചിറകടിച്ച് പറക്കുമെന്ന് കർത്താവിൻ്റെ ജീവനുള്ള വചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ വചനങ്ങൾ പങ്കുവെക്കുമ്പോൾ എൻ്റെ മേൽ അതിശക്തമായൊരു ദൈവ സാന്നിധ്യത്തിൻ്റെ പൊതിച്ചിലുണ്ടാവുകയാണ്. യേശുവേ 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 യേശുവേ. ചില വ്യക്തികൾക്കുള്ള ദൂതായത്. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം തകർന്നു, ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത വിധം ആത്മീയമായും ഭൗതികമായും തകർന്ന ചില ജീവിതങ്ങൾ ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട്. എൻ്റെ സഹോദര സഹോദരി, ഇത് നിനക്കുള്ള പ്രവചന ദൂത, ഇതൊരു പ്രൊഫസിയ. കർത്താവ് നിന്നോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്ത മണിക്കൂറായത്. ദാവീദിന്റെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു, കൂടെയുള്ളവരും പോയി, കുടുംബം തകർന്നു, ജീവിതം മുഴുവൻ പെരുവഴിയിലായൊരവസ്ഥ. ഈ സമയത്ത് ദാവീദ് എന്താ ചെയ്തത്? സാഹചര്യങ്ങളെ പഴി പറയാതെ, ഈ ഉള്ള മുതലുകൾ തൻ്റെ കുടുംബത്തെ മുഴുവൻ തട്ടിയെടുത്ത് അമ്മിലേക്കെതിരെ ശാപവാക്കുകൾ പറയാതെ, ചങ്കായി കൂടെ കൊണ്ടു നടന്ന ചില സഹോദരങ്ങള് തനിക്കെതിരെ തിരിഞ്ഞ് കല്ലെറിയാൻ ഒരുങ്ങിയപ്പോൾ അവരെ പ്രാവാതെ, അവർക്കെതിരെ മുഷ്ടി ചുരട്ടാതെ, അവർക്കെതിരെ പരദൂഷണവും അപവാദങ്ങളും പറഞ്ഞ് നടക്കാതെ ദാവീദ് എന്താ ചെയ്തത്? തന്നെ വിളിച്ചവൻ, വെറുമിടയ ചെറുക്കനായ തന്നെ പിടിച്ച് ഇസ്രായേലിന് രാജാവാക്കി മാറ്റിയ തൻ്റെ ദൈവത്തെ, തൻ്റെ കർത്താവിനെ ദാവീദ് ആശ്രയിക്കുകയാണ്. പൂർണ്ണമായവൻ കർത്താവിൽ ശരണപ്പെടുക. എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നു കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ എന്ന് വിളിച്ച് ദാവീദ് കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ആലോചന തരണമേ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. മുട്ടുകുത്താൻ പഠിക്കണം, മുഴങ്കാലും അടക്കണം, നമ്മൾ കരങ്ങൾ ഉയർത്തണം. കർത്താവിൽ ശരണപ്പെട്ട് കർത്താവിനെ മുറുകെ പിടിച്ച് കർത്താവിനോട് അള്ളിച്ചേർന്നിരുന്ന് നാം കണ്ണുനീരോടെ അവൻ്റെ നാമം വിളിച്ചാൽ ദൈവത്തിന്റെ വചനം പറയെ നമ്മൾ നിരാശപ്പെടേണ്ടി വരികയില്ല. നമ്മുടെ മുൻപിൽ അടഞ്ഞ ചില വാതിലുകൾ തുറക്കപ്പെടും. നമ്മുടെ മുൻപിൽ അടഞ്ഞ ചില വഴികൾ തുറക്കപ്പെടും. നമ്മുടെ മുൻപിലുള്ള മലകൾ നിരപ്പാകും. നമ്മുടെ മുൻപിലുള്ള പർവ്വതങ്ങൾ സമതലങ്ങളായി മാറ്റപ്പെടും. അതിലേക്ക് ദൈവശക്തി ഇറങ്ങി വന്ന് അതിനെ വെട്ടിമുറിച്ച് അതിനെ ഭേദിച്ച് നിന്നെ കൈപ്പിടിച്ച് കരുതലോടെ നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റും. ജീസസ് എത്രയെത്ര അനുഭവങ്ങൾ ദൈവമക്കൾ ഇതിനുള്ള ബന്ധത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ശുശ്രൂഷയുടെ ബന്ധത്തിലും
ഇത് മാത്രമല്ല, ഇതുപോലെ 100 വ്യക്തികൾക്ക് ഇതുപോലെ സാക്ഷ്യപ്പെടുത്താനുണ്ടില്ല. കർത്താവ് കൈപ്പിടിച്ച് നടത്തുന്നത് പ്രതിസന്ധിയിലൂടെ, തീച്ചൂളയിലൂടെ, ജലപ്രളയത്തിലൂടെ. അത് വെറും ബാഹ്യമായ പ്രളയമല്ല, പ്രതിസന്ധികളുടെ പ്രളയത്തിലൂടെ, വൈരികളുടെ നടുവിലൂടെ, ശത്രുക്കളുടെ നടുവിലൂടെ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ചില തകർച്ചകളുടെ, ഞെരുക്കങ്ങളുടെ മധ്യേ കർത്താവ് വിശ്വസ്തയോടെ കരം പിടിച്ച് നയിക്കുന്നത് കാണുമ്പോൾ എങ്ങനെയാ ആശ്രയിക്കാതിരിക്കാൻ പറ്റുക? എങ്ങനെയാ കർത്താവിൽ ശരണപ്പെടാതിരിക്കാൻ പറ്റുക? ദാവീദ് കർത്താവിനെ ആശ്രയിച്ച് അവൻ ചോദിച്ചു, ദൈവമേ, ഞാൻ അമ്മയിലേക്ക് പിന്തുടരണമോ? കർത്താവ് പറഞ്ഞു, ഡേവിഡ്, to move on. നീ മുൻപിലോട്ട് പോ, നീ അസ്വസ്ഥനാകേണ്ട. ഒരു 100-400 പേര് അവൻ സംഘടിപ്പിക്കുകയാണ്. എങ്ങനെയൊക്കെ കർത്താവ് അവർക്ക് പറക്കി തക്ക സമയത്ത് എല്ലാവരും കൈവിട്ടു എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്തും നമുക്ക് വേണ്ടി ചിലരെ കർത്താവ് മാറ്റി നിർത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി ചിലരെ കർത്താവ് അവിടെ ഇവിടെ അവശേഷിപ്പിച്ചിട്ട് അവരെ എല്ലാം പിറക്കി കർത്താവ് നമുക്ക് കൂട്ടിന് തരും. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ കാണാൻ പറ്റും. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 30-ാം അധ്യായം 18-19 വചനങ്ങളിൽ അമലേക്കിന് തട്ടിയെടുത്തത് ദാവീദ് വീണ്ടെടുക്കുകയാണ്. കർത്താവിനെ ആശ്രയിക്കുന്നവന് നഷ്ടം വരികയില്ല. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാനുള്ള കൃപയും അഭിഷേകവും കർത്താവ് കൊടുക്കുകയാണ്. എല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ട്, എല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ട്. 19-ാം വചനത്തിൽ പറയാ, സകലതും അവൻ വീണ്ടെടുത്തു. തൻ്റെ കുടുംബത്തെ, തൻ്റെ കുഞ്ഞുങ്ങളെ, വസ്തുവകകൾ, സമ്പത്ത്, എന്തൊക്കെ നഷ്ടപ്പെട്ടു അതെല്ലാം ദൈവം ചേർത്ത് കൊടുക്കുകയാണ്. സകലതും വീണ്ടെടുക്കുവാൻ ദൈവം ദാവീദിനെ കരുത്ത് കൊടുത്തു, ജ്ഞാനം കൊടുത്തു, കൃപ കൊടുത്തു, അഭിഷേകം കൊടുത്തു. അങ്ങനെ ആനന്ദത്തോടെ തൻ്റെ പട്ടണത്തിലേക്ക് തൻ്റെ കുടുംബവുമായി, തൻ്റെ പ്രിയപ്പെട്ടവരുമായി ദാവീദ് മടങ്ങുകയാണ്. എന്താണ് ഈ മെസ്സേജിലൂടെ കർത്താവ് നമ്മോട് പറഞ്ഞത്? ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് പ്രതിബന്ധങ്ങളില്ല. ദാവീദിന്റെ ജീവിതം ദൈവത്തെ അവൻ ആശ്രയിച്ചില്ലായിരുന്നുവെങ്കിൽ ഹൃദയം പൊട്ടി അവൻ മരിച്ചു പോയേനെ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അവൻ വലിയൊരു മാനസിക രോഗിയായി ഒരു മുഴുപ്രാന്തനായിട്ട് മാറുമായിരുന്നു. വലിയ ഡിപ്രഷനിലേക്ക് അവൻ പോകുമായിരുന്നു. കർത്താവ് തുണയായിട്ടുള്ളവർക്ക്, കർത്താവ് അഭയമായിട്ടുള്ളവർക്ക്, കർത്താവ് നിത്യസഹായകനായിട്ടുള്ളവർക്ക് പ്രതിബന്ധങ്ങളില്ല, പ്രതിസന്ധികളില്ല. അവർക്ക് ഞെരുക്കവും ദുരിതവും ദുരന്തവും കൊടിയ സഹനം എല്ലാം ഉണ്ടെങ്കിൽ ഇതിൻ്റെ നടുവിലും അവർ ആർപ്പോടെ കർത്താവിനെ മഹത്വപ്പെടുത്തി വിശ്വസ്തയോടെ അവിടുത്തോട് ഐക്യപ്പെട്ട് ജീവിക്കും. കർത്താവിൻ്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും, കർത്താവിൻ്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. ഈ സത്യം മനസ്സിലാക്കി ദൈവത്തെ ആശ്രയിക്കുക, ദൈവത്തെ ആശ്രയിക്കുക, കർത്താവിനെ ആശ്രയിക്കുക, 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 ആശ്രയിക്കുക. പുറമായ ജീവിതത്തെ, കുടുംബത്തെ എല്ലാം കർത്താവിനൊന്ന് സറണ്ടർ ചെയ്ത് തൻ്റെ സാന്നിധ്യം കൊണ്ട് അവൻ മുദ്ര ചെയ്യുകയാണ്. ഈ സന്ദേശം ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് അധികമായി ഈശോയെ സ്നേഹിച്ച് നമുക്ക് ജീവിക്കാം. വ്യക്തിപരമായി നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.